നീ ക്ലാസ്സോടെ ഞാൻ 10 മണിയാണ് തുറന്നാണ്ട് ഞാൻ പോവാന്ന് അവർ വെള്ളം കൊടുത്തിട്ട് എൻ്റെ ഡ്രസ്സിന് വന്നിട്ട് ഉറച്ചിലാണ് അവൻ്റെ പരിപാടി. അവർ പറഞ്ഞ കട്ടിങ് ഇറങ്ങിയില്ല എന്നിട്ട് നല്ല വരാൻ വേണ്ടിയിട്ട് പാവം നനഞ്ഞു. ഒരു കിളി ഇരുന്നിട്ട് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. മരങ്ങളുമേക്ക് ഇതാ നോക്കിക്ക് ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എത്തിയിട്ടില്ല, കുറച്ച് ഇനി വരാനുണ്ട്. മഴയാന്ന് ഇന്ന് ഫുള്ള് മഴയാണ്. പല കിളികൾ പല സ്ഥലത്ത് നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലഞ്ച് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കട്ടെ. പുറത്ത് ഇപ്പോൾ ചെടിയുമ അങ്ങനെ പൂക്കളകളൊന്നും ആയിട്ടില്ല, പക്ഷെ മരത്തുമ്മയ്ക്ക് കുറേ പൂവൊക്കെ വന്നിട്ടുണ്ട്. കഞ്ഞൂരിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനി പൂക്കളൊക്കെ കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലഞ്ചിനുള്ള കറികളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറികളുണ്ടല്ലോ, എല്ലാ കറികളും എനിക്ക് നല്ല ഇഷ്ടമുള്ള കറികളാണ്. അപ്പം ആദ്യം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ആദ്യം ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞണ്ടാണ് കറി വയ്ക്കുന്നത്. ഞണ്ട് നമുക്ക് ഒന്നല്ലേ റോസ്റ്റ് ചെയ്തിട്ടിടുക, അല്ലെങ്കിൽ ഞണ്ട് വറുത്തിട്ടെടുക്കാം. ഞണ്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഞണ്ട് വറുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എണ്ണയ്ക്ക് കുടിക്കില്ലേ, അത് ഇങ്ങനെ വറക്കണ സമയത്ത് പൊട്ടിത്തെറിക്കും. ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഞണ്ടിന് ഷെല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചിലപ്പോൾ എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, പിന്നെ അത് വറുത്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കുറേ ഓയിലൊക്കെ കുടിക്കുന്നതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വറുത്തിട്ട് എടുക്കാം.
അപ്പം പക്ഷെ ഇന്ന് നമ്മൾ വെക്കുന്നത് അങ്ങനെയൊന്നല്ല വെക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചാറുള്ള കറിയായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഞങ്ങളുടെ സൈഡിലൊക്കെയാണ് ഞണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. ഞങ്ങളുടെ സൈഡിലൊക്കെ ഞണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ, നിങ്ങൾക്ക് അറിയാലോ ഏത്തക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതങ്ങനെയാണ് വെക്കുന്നത്. ഏത്തക്കായ ഇട്ടിട്ട് ഞണ്ട് കൂട്ടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കുറച്ചിങ്ങനെ ചാറിൽ കറി വയ്ക്കും. നല്ല ടേസ്റ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ചാറ് മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല പൊന്നുള്ള ഞണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഞണ്ട് കറി വയ്ക്കാം. പിന്നെ ഞാൻ പൈനാപ്പിൾ കറി വയ്ക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്ന് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ ഞണ്ട് കറി നമുക്ക് റെഡിയാക്കാം. ഞാൻ ഓൾറെഡി ഞണ്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മിയാ കിച്ചൻ തുടങ്ങിയ സമയത്താണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ കറികൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് ഉണ്ടല്ലോ ഇതൊന്ന് ചേർക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി നമ്മൾ അവസാനം ചേർക്കേണ്ടത്. അപ്പം നിങ്ങൾ എരിവുള്ള മുളക് ചേർക്കുന്നുണ്ടെന്ന് വെച്ചാൽ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കാം. അപ്പോൾ ഇതിന് തീരെ എരിവുണ്ടാവില്ല. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മല്ലിയാട്ട. മല്ലി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മല്ലിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മല്ലി ചൂടായതുകൊണ്ട് നല്ലൊരു മണമാക്കി വരുന്നുണ്ട്. കരിഞ്ഞു വരുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു പിടിയായിട്ടാണ് ചേർക്കുന്നത്. ഒരു പിടി, പിന്നെ ഒരു ഇത്രയ്ക്ക് തന്നെ ഒരു 1.5 പിടി അല്ലെങ്കിൽ ഒരു 1.25 പിടി തേങ്ങ ചേർക്കട്ടെ. തേങ്ങ ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. അന്ന് തേങ്ങ തീരെ ചേർക്കാണ്ടിരിക്കണ്ട. ഒരു 1.25 പിടി ഇതേപോലെ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടാ ചേർത്തേക്കുന്നത്. ടേബിൾ സ്പൂണിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ നമുക്ക് നല്ല ചുമന്ന കളറിൽ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരില്ലേ, അതേപോലെ തേങ്ങ വറുത്തിട്ട് ഇടണം. ചെറുതായിട്ട് ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വെള്ളമായിട്ടില്ല. പക്ഷെ ഇന്ന് പുറത്ത് നല്ല മഴയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വെളിച്ചെണ്ണ ചെറുതായിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെളിച്ചെണ്ണ സോഫ്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. എല്ലാം മണമുള്ള നല്ല സൂപ്പർ വെളിച്ചെണ്ണ. എന്താ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കളർ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും നമ്മൾ ചേർത്തിരുന്ന മുളക് എരിവില്ലാത്ത മുളകുകളല്ലോ. മുളക് പൊടി ചേർക്കട്ടെ. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇതാട്ടോ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണ ക്രാബ്. ഇത് ബ്ലൂ ക്രാബ് ആട്ടോ. ഇതിൻ്റെ ഇത് നോക്കിക്കേ, ബ്ലൂ കളർ കണ്ട. ഇത് നമ്മൾ കറിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ ഇത് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ചിലത് നമുക്ക് ഭയങ്കര ഹാർഡായിട്ടിരിക്കില്ലേ. ബ്ലൂ ക്രാബ് എപ്പോഴും കടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാർഡായിട്ടിരിക്കില്ല. അതിന് കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. ഇതൊരുപാട് വലിയ ക്രാബല്ല. അപ്പം ഇതേപോലെ ഇത് നല്ല പൊന്നുണ്ട് കേട്ടോ ഇതിന്. അതാ നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ പൊന്ന് കണ്ട. അപ്പോൾ ഇതേപോലത്തെ ഒരു 7 ക്രാബാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കട്ട് ചെയ്യാം. വേണമെങ്കിൽ 2 പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഈ തേങ്ങ വറുത്തെടുത്തിരുന്ന ആ സെയിം ഇതിനകത്ത് തന്നെയായിട്ട് നമ്മൾ കറിയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞു അപ്പോൾ ആ ചീഞ്ചട്ടി ഞാൻ കഴുകണില്ല. പിന്നെ ഈ പാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇട്ടതാട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് വലിയൊരു സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അത് ചതച്ചിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ട് വളർന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തത് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ചേർക്കട്ടെ. നമ്മൾ അരപ്പ് ചേർക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ. നമ്മുടെ കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ.
കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയിട്ട് അരപ്പിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ചിലവർക്ക് ചിലപ്പോൾ കറി ചിലപ്പോൾ കുറച്ച് മീൻ കറിയൊക്കെ ആയിരുന്നാലും ചിലവർക്ക് ചിലപ്പോൾ കുറച്ച് നല്ല പുളിയുള്ള കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ കുടംപുളിയുടെ വലിപ്പം ഞാൻ പറയുന്നില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് പോൾസൈറ്റ് വന്നപ്പോൾ കൊണ്ടുവന്ന കുടംപുളിയാണ്. ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇത് പോൾസൈറ്റിൻ്റെ സിസ്റ്റർ കൊടുത്തേച്ചതാണ്. സാധാരണ പോസ്റ്ററിലേക്ക് ഉണക്കുമ്പോൾ അങ്ങനെ മുളകത്തേപ്പാടിയും ഉണക്കാറുള്ളൂ. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഇത് ഉണക്കിയിട്ട് എടുത്തേക്കുന്നത്. പുളിക്കനുസരിച്ചിട്ട് ചേർത്തോ. ഇത് ഇങ്ങനെ അതെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത്. അത് നാട്ടിൽ നിന്ന് ഒരുപാട് ഭയങ്കര പുളിയായ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം കുറച്ച് ചേർത്താൽ മതി. പിന്നെ കറി ഒരു തളയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പുളി നോക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ പൊന്നൊട്ടും കളയുകയും ചെയ്യരുത്. ഞാനിതിലേക്ക് ഒരു ഏത്തക്കായാണ് ചേർക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കട്ടെ. ഇതിലേക്ക് നിങ്ങൾക്ക് തക്കാളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും കൂടിയിട്ട് ചേർക്കാം. ഞാൻ തക്കാളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് വറുത്തിട്ട് അരച്ചിട്ട് കറിയിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ കറിക്കായിരുന്നാലും ഗ്രേവിക്കായിരുന്നാലും കുറച്ചുകൂടി നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തക്കാളി ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. കുടംപുളി ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണ കറി. ഈ കറി ആയിരുന്നാലും നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മധുരമുള്ള കറിയാണ് വെക്കുന്നത്. ഇതിനാകുമ്പോൾ അത്യാവശ്യം കുറച്ച് എരിവും കുറച്ച് പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ് നമ്മുടെ ഞണ്ട് കറി. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിൾ കറി റെഡിയാക്കാം. പൈനാപ്പിളിൻ്റെ കൂടെ എൻ്റെ അടുത്ത് നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്. ഏത്തപ്പഴവും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ പൈനാപ്പിൾ നമ്മൾ കറി വയ്ക്കുമ്പോഴുണ്ടല്ലോ ഈ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ടല്ലോ. ഇന്ന് നമ്മൾ പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കണില്ല. എൻ്റെ പൈനാപ്പിളിനായിരുന്നാലും നല്ല മധുരമുണ്ട്, ഏത്തപ്പഴത്തിനായിരുന്നാലും നല്ല മധുരമുണ്ട്. എന്നാലും പിന്നെ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മധുരം ഒന്ന് കുറച്ച് കുറയുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയ്ക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ ഈന്തപ്പഴമായിട്ട് ചേർക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ഈന്തപ്പഴം കൂടി ചേർത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പഞ്ചസാര അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈന്തപ്പഴം ചേർത്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ റെഡിയാക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഈന്തപ്പഴം നമുക്ക് ചേർക്കണ്ട. അപ്പം നമുക്ക് പൈനാപ്പിൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പൈനാപ്പിൾ നല്ല ചെറുതിനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കണമല്ലോ. കൊത്തി അരിഞ്ഞിട്ട് എടുക്കാം. ഇത് നല്ല മധുരമുള്ള ഇത്രയ്ക്ക് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് കൊത്തിയെടുക്കാന്നറിയില്ല അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ഞാനൊരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈനാപ്പിൾ ചേർക്കട്ടെ. ഇനി കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപാടിയുള്ളൂ. എന്നാലും എന്ത് കറി ആയിരുന്നാലും നമ്മൾ വെച്ച് വന്നു കഴിയുമ്പോൾ അത് കുറയാവും. കാരണം കുറേ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആർക്കും വേണ്ട. അതിനകത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയായിട്ട് ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ പൈനാപ്പിൾ കറിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് മധുരവും അത്യാവശ്യം നന്നായിട്ട് വേണം, എരിവും അത്യാവശ്യം നന്നായിട്ട് വേണം, പുളിയും പാകത്തിനനുസരിച്ചിട്ട് വേണം. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. എനിക്ക് വേറെ പച്ചമുളകും നമ്മൾ ചേർക്കണില്ലേ. ഓക്കെ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പൈനാപ്പിളൊക്കെ ആയിരുന്നാലും നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നായിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. പിന്നെ പൈനാപ്പിളിനും ഈ ഏത്തപ്പഴത്തിനൊക്കെ ആയിരുന്നാലും ഒരുപാട് വലിയ വേവൊന്നും ഇല്ലല്ലോ. ഇതിലേക്ക് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പൈനാപ്പിളൊക്കെ എന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കറിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഈന്തപ്പഴം ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ചേർക്കണുണ്ട്. എന്നാലായിരിക്കും നമ്മുടെ കറിയുടെ കൂടെ അത് നന്നായിട്ട് ചേർന്ന് വരാം. അപ്പോൾ നിങ്ങൾ എടുക്കണ ഈന്തപ്പഴം കുറച്ചിങ്ങനെ ഹാർഡായിട്ടിരിക്കണ ഈന്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണോ ഒന്ന് വേവിച്ചിട്ട് ചേർക്കാം. പക്ഷേ ഇപ്പോൾ കടകളിലേക്ക് ആയിരുന്നു നാട്ടിലേക്ക് ആയിരുന്നാലും എവിടെ പോയാലും ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഈന്തപ്പഴമായിട്ട് ഇവിടെയും കിട്ടും. പക്ഷെ നാട്ടിൽ ആദ്യം പറഞ്ഞ ഈന്തപ്പഴത്തിന് വലിയ വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലാകുമ്പോൾ പിന്നെ കുറേ വെറൈറ്റി ഈന്തപ്പഴമൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കിട്ടുമല്ലോ.
അപ്പോൾ ഈന്തപ്പഴം അപ്പം അതിന് സോഫ്റ്റ് ആയിട്ടുള്ള ചേർക്കാം. അപ്പം അത് മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ഞാനത് കറക്റ്റ് ഒരളവ് പറയുന്നില്ല. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കറി ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അവസാനമൊക്കെ ആകുമ്പോൾ പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. കാരണം ഈന്തപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈന്തപ്പഴം പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം ചേർക്കാം. കുരു കളയാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. നല്ല സൂപ്പർ ഈന്തപ്പഴം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. കറിയിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണമല്ലോ. അപ്പോൾ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു പിടി കണക്കിലാണ് എടുക്കുന്നത്. ഒരു പിടി, ഒരു ഇത്രയ്ക്ക് ഒരു 1.5 പിടി. പിന്നെ കടുക്. എനിക്ക് കടുകിൻ്റെ കുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത്രയ്ക്ക് കടുകാണ് ചേർക്കുന്നത്. ഇത് കുഞ്ഞ് ടൈപ്പ് കടുകാണ് കേട്ടോ. നമുക്ക് സാധാരണ വലിയ ടൈപ്പ് കടുകാണ് നമ്മൾ സാധാരണ വാങ്ങാറുള്ളത്. ഇത് ഞാൻ അറിയാണ്ട് വാങ്ങിച്ചു ചെയ്തത്. പക്ഷേ എനിക്ക് വലിയ കടുകാണ് ഇഷ്ടം. കാരണം വലിയ കടുകാണ് പൊട്ടുമ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവുക, കറിയിലിടുമ്പോൾ കാണുകയും ചെയ്യുക. ഇത് ഭയങ്കര തരുതരി പോലെ ഇരിക്കുന്ന കടുക. ഇനി അതിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. ആ തൈര് നമ്മൾ എടുക്കണ പുളിയുടെ അതനുസരിച്ചിട്ട് ചേർത്തോട്ടോ തൈര്. കാരണം നാട്ടിലേക്ക് ആകുമ്പോൾ തൈരിന് നല്ല പുളിയായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുകാലം ആയതുകൊണ്ട് തന്നെ തൈരിന് ഭയങ്കര പുളിയായിരിക്കും. നമ്മുടെ ക്രാബ് കറി എന്തായി നോട്ടിട്ടാ. ഈ ഞണ്ടിന് അങ്ങനെ ഒരുപാട് വലിയ വേഗമൊന്നുമില്ല കേട്ടോ. പക്ഷേ കറി വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടുതൽ, ഇതിപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ചാറിലാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളത് കറി റെഡിയാക്കിയിട്ട് എടുക്കണം. കാരണം ഈ കറി ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ടാണ് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടിയിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, വറുത്തിട്ട്. അപ്പോൾ അതിനകത്ത് ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് കറിയിലേക്ക് വരും. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കണം. ഫസ്റ്റ് ഒരു ഇച്ചിരി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കണ ഗരം മസാല ടേസ്റ്റിലേക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങയും പിന്നെ കടുകും തൈരും കൂട്ടിയിട്ട് അരച്ച് വെച്ചാൽ അരപ്പ് ചേർക്കട്ടെ. ഇതാകുമ്പോൾ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, അത് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അത്യാവശ്യം നല്ലൊരു തള വരണം കേട്ടോ. ഞാൻ നോക്കിക്കേ, ഇപ്പം നല്ലൊരു തള എല്ലായിടത്തും വന്നിട്ടുണ്ട്. നമ്മുടെ കറിയിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് പോട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കട്ടെ. നമ്മുടെ ഉണക്കമുളക്, ഞങ്ങളുടെ മറ്റേ ഉണ്ടമുളക് കേട്ടോ ചേർക്കുന്നത്. ലാസ്റ്റ് ഒരു ഇച്ചിരി ഒരു പൊട്ടിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇച്ചിരി മുളക് പൊടി. കറി കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഞണ്ട് കറി എന്തായി നോട്ടെ. ഞാൻ പറഞ്ഞ പോലെ എത്ര സമയം ചെറിയ തീയിൽ വയ്ക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഈ കറിയുടെ ടേസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് രുചിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഞണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കറിയായിരിക്കും. അപ്പോൾ ഈ ക്യാബേജ് വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചീൻചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കുക. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവോള ഇട്ടാൽ, സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും കൂട്ടിയിട്ട് ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചെമ്മീൻ പരിപ്പ്. പരിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാണ്. അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് നമ്മുടെ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ചതച്ചിട്ട് ചേർത്തോട്ടെ. അപ്പോൾ നമ്മുടെ ക്യാബേജിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ വെളുത്തുള്ളി തന്നെ ആയതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി നമുക്ക് മുരിഞ്ഞ്. ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ചതച്ച ഉണക്ക് മുളക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ പരിപ്പ് ചേർക്കാം കേട്ടോ.
ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നേരത്തെ ഇത് വേണമെന്ന് വെച്ചാൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. നിങ്ങൾ വാങ്ങണ ചെമ്മീൻ പരിപ്പിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ആദ്യം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പരിപ്പ് എന്തായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കട്ടെ. ഞാനിവിടെ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി എരിവും കുറവുണ്ടായിരുന്നു. ഒരു ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ തേങ്ങയ്ക്ക് അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തോരം മുരിച്ചിട്ട് എടുക്കണോ അത്രയ്ക്ക് മുരിച്ചിട്ട് എടുക്കുക. ഇത് ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറികളൊക്കെ കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിച്ചാൽ വേണ്ടിയിട്ടാ ടേസ്റ്റ് അറിയാം. നമ്മുടെ ഞണ്ട് കറി കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണത്, ഞണ്ട് കറി. അതിൻ്റെ ചാറൊന്നും കൂട്ടിയിട്ട് കഴിക്കട്ടെ. പിന്നെ ചെമ്മീനല്ല, ഈ ക്രാബിന് പൊന്നുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ എങ്ങനെ ഞണ്ടിനെ അങ്ങനെ പൊളിക്കുമ്പോൾ ഞാൻ അതിനും കാണിച്ചിട്ടുണ്ട്. അതിനെ കാണിക്കാണ്ടിരുന്നത് എല്ലാ സമയത്തും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനെ ഒരു സമയമൊക്കെ ഉണ്ട്. എനിക്ക് നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവാസി സമയത്ത് അങ്ങനെയൊക്കെയാണ് ഇതിന് ഈ പൊന്നുണ്ടാവുക. അത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഉണ്ടാവും. അത് കളയരുത്. ചിലവർക്ക് ഇങ്ങനെ അറിയാൻ പാടില്ലാണ്ട് അതൊക്കെ കഴുകി കളയും, അത് അഴുക്കാന്ന് വിചാരിച്ചിട്ട്. അത് കളയരുത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലെ ഷെല്ല് നമ്മൾ പൊളിച്ച് മാറ്റുമല്ലോ, എന്നിട്ട് പൊളിച്ച് മാറ്റുന്ന ഷെല്ലിൻ്റെ ഉള്ളിലുണ്ടാവും. അതിങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കണം. അത് പിന്നെ കഴുകരുത് കേട്ടോ. അത് ചിലവരെടുത്ത് കഴുകിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മൊത്തം പോവും. അപ്പോൾ അങ്ങനെ കഴുകാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നല്ല രുചിയാണ്. ഇവിടെ മിക്കപ്പോഴും ഞണ്ട് വാങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പെൺഞണ്ടിലാണോ സാധനം ഈ പൊന്നുണ്ടാവുക, ആൺഞണ്ടിൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വാങ്ങിച്ചേക്കണ ഞണ്ടിൽ ഇന്ന് എടുത്തതിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് 9 ഞണ്ടിന് ഞാനിന്നെടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഞണ്ട് മാത്രമേ ആൺഞണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞണ്ടുകളിൽ കൂടുതലും പെണ്ണ് തന്നെയെന്ന് തോന്നുന്നു. അതിൻ്റെ പുറത്തിൻ്റെ അതിനൊരു ഷേപ്പ് ഉണ്ട്, അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ അതിനെ കമത്തി പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വി പോലെ ഇങ്ങനെ കാണും. ഇങ്ങനെ അധികം ഇങ്ങനെ വീതിയില്ലാണ്ട് അതിൻ്റെ പുറത്ത് കമത്തി പിടിക്കുമ്പോൾ. അപ്പോൾ വി പോലെ ഇങ്ങനെ കാണുന്നതാണ് ആണ്. പെണ്ണിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ആ വി പോലെയല്ല, അത് ഇങ്ങനെ യു പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഡിസൈൻ ഉണ്ടാവും. അതാണ് പെണ്ഞണ്ട്. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ അത് കഴിക്കട്ടെ, കൂടുതൽ പറയില്ല. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല, കാരണം കുറേ സമയം എടുക്കും. പിന്നെ നമ്മുടെ പൈനാപ്പിൾ കറി ആയിരുന്നാലും നല്ല രുചിയാണ് ശരിക്കും. എന്ത് രുചിയെന്ന് അറിയാം. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പൈനാപ്പിളിന് അത്രയ്ക്ക് മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഈ ഈന്തപ്പഴം ഇട്ടാൽ മതി. കറിക്ക് ആയിരുന്നാലും നല്ല കുറുകിയ കറിയും ചെയ്യും. നല്ല രുചിയുണ്ട് ശരിക്കും. അടിപൊളി ടേസ്റ്റ്. പിന്നെ ക്യാബേജാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്യാബേജിനെ വളർത്തിയിട്ട് എടുക്കുമ്പോൾ ഇഞ്ചി കൂടിയിട്ട് ചതച്ചിട്ട് ചേർക്കാം. അത് നല്ല രുചിയായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ വീഡിയോ ഞാൻ നീട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞണ്ട് ചെമ്മീൻ കടിക്കുന്നുണ്ടോ, നല്ല രുചി. പിന്നെ നമുക്ക് ഇനി പുറത്തേക്ക് പോവാം. പുറത്ത് എനിക്ക് കൂട്ടിയിൽ നിന്ന് മുട്ട എടുക്കാനുണ്ട്. കുറേ മുട്ടയായിട്ടുണ്ട്. എനിക്കിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊതിഞ്ഞാക്കി വെക്കണം. അപ്പോൾ മുട്ട നിങ്ങളെ കാണിക്കാം. മുട്ടയ്ക്ക് നമ്മൾ കുറേ കണ്ടേക്കുന്നു.
കുറേ മുട്ടയുണ്ട്. പിന്നെ കഴിയാനുണ്ടെങ്കിൽ പണി നടക്കുക. എടുക്കാൻ പോവാ ചിമ്പോ പോയേ ചിമ്പുട്ടാ അപ്പൊ ഞാനുണ്ടല്ലോ നമ്മളെ മുട്ട എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കാം കേട്ടോ. ഇതിപ്പോ 2-3 ദിവസത്തെ മുട്ടയുണ്ട്. ഞാന് കുറച്ച് മുട്ട നമ്മുടെ വീടിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മുട്ട എടുത്തിട്ട് പോകില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് മടിയാവും. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ മൂടി വെക്കണം. കാരണം എല്ലാ ദിവസവും മുട്ട ഇരുന്ന് മാറ്റണം. മുട്ട എങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കോഴിപ്പെണ്ണങ്ങളുണ്ടല്ലോ, അവര് മുട്ട കൊത്തി കുടിക്കും. അവരുടെ മുട്ട അവർ കൊത്തി കുടിക്കില്ല. താറാവിന്റെ മുട്ട അവർ ചില സമയത്ത് കൊത്തി കുടിക്കും. പക്ഷെ താറാവ് തന്നെ കൊത്തി കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ഇതിന്റെ അടിയിലും മൂടി വയ്ക്കും. എന്നിട്ട് മുട്ട കുറച്ചധികം കൂടുതലാവുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഓടി വന്നിട്ട് എടുത്തിട്ട് പോകും. അപ്പൊ ഇതിന്റെ ഉള്ളില് നിറച്ചും മുട്ടയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇതിങ്ങനെ മൂടി വെച്ചില്ലെങ്കിലും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോ ഇങ്ങനെ നടക്കുമ്പോ മുട്ട പൊട്ടൂലോ. അപ്പോൾ ഇങ്ങനെ മൂടി വയ്ക്കും. ഈ ബോക്സിന് നല്ല കട്ടിയുണ്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യം കോഴികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു ബോക്സ് ആയിരുന്നു. അപ്പൊ ഇതിന് ഞാൻ ഒരു ദിവസം വന്ന് നോക്കി കഴിയുമ്പോൾ ഈ ബോക്സ് മറിഞ്ഞു കിടക്കാം. അപ്പൊ ഇത് നല്ല കട്ടിയുണ്ട്. അപ്പൊ എനിക്ക് പേടിയായി. കാരണം കോഴികളെ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പോയിട്ട് ശ്വാസം മുട്ടി ചത്താലെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നീട് എനിക്ക് ഐഡിയ തോന്നിയത് ഓക്കെ മുട്ട മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാലോ എന്ന്. അപ്പൊ കാണാൻ പറ്റണ്ട ഇതാട്ടം മുട്ട. ഇനി കുറെ മുട്ട, കുറച്ച് മുട്ട ഇതിപ്പോ ഇന്നിട്ടേക്കണ മുട്ട ഇട്ടോ 2 അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ കൂടിന്റെ ഉള്ളിലിരുന്ന ഷേവിങ് ഞാൻ അവിടെ ഒരു ഇതിനകത്തായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കവറിൽ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് കയറിയിട്ട് അവന് മുട്ടയിടും. അതിനകത്ത് ഇരിക്കുന്നുണ്ട് മുട്ട. ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ താറാവുകളൊക്കെ അതിനകത്ത് കയറിയിട്ട് മുട്ടയിടുന്നത്. പിന്നെ അത് പല കളറും മുട്ടയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. ഞാൻ നിങ്ങളതിന് ഇതിനു മുമ്പ് നമ്മുടെ നീല കളർ ഇതൊരു മുട്ടയും വേണ്ടല്ലോ. ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടിലേക്ക്. അപ്പോൾ ഒരു കോഴി ഒരു മുട്ട കൊത്തി പിടിച്ചിട്ട് ഇരുന്ന മുട്ടയുടെ കളറുണ്ട്. ഓക്കെ, ഇത് താറാമുട്ട. ഇത് നമ്മുടെ നീല താറാവ്, നീല മുട്ട ഇടുന്നുണ്ടല്ലോ ഒരു താറാവ്, ആ കളറാട്ടത്. കുറച്ച് മുട്ട ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നീലമുട്ട വന്നിട്ടുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങാൻ കാണിക്കും. ലൈറ്റിങ് അത്രയ്ക്ക് നന്നാവണമില്ല തോന്നുന്നു. അവിടെ പോയോ പറഞ്ഞ എൻ്റെ ഒച്ചയാനൊക്കെ കിടക്കുമ്പോൾ ആള് വരേണ്ടത് കാണാനില്ല. അവിടെ അകത്ത് കുറച്ച് മുട്ട ഇരിക്കണ്ടായിരുന്നേ, അതും കൂടിയിട്ട് എടുത്തിട്ട് വന്നത്. അപ്പൊ നമ്മുടെ അവിടെ അകത്ത് കുറച്ചുകൂടി മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മുട്ടയും കൂടിയിട്ട് എടുത്തു. പിന്നെ നമ്മുടെ ആസ്പിൻ വരുന്നുണ്ട്. ആസ്പിൻ ഞാൻ ഇറങ്ങിയപ്പോൾ അവനെ എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചിമ്പുവിനെ കാണാനില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ചിമ്പു നമ്മുടെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഏത് ഉറക്കത്തിൽ നിന്ന് വെച്ചാൽ ആളെ എഴുന്നേറ്റ് വന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ആളെ എവിടെയോ കിടന്നിട്ട് നല്ല കൂർക്കം വരച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ആള് വരാത്തത്. അല്ലെങ്കിൽ അവൻ പണ്ടേ വരേണ്ട സമയം കഴിയും. അപ്പം ഇതാണ് നമ്മുടെ മുട്ട. ഇതിനകത്താണ് നമ്മുടെ ഈ നീല മുട്ടയുള്ളത്. അപ്പം എനിക്ക് പുറത്തേക്ക് കൂടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ടുട്ടുവിൻ്റെ മുട്ടയും കൂടി ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടുട്ടുവിൻ്റെ മുട്ടയുടെ കളറ് നല്ല ഭംഗിയുള്ള കളറായിരുന്നല്ലോ. പക്ഷെ ആ കളറ് നമുക്ക് മുട്ട പിന്നെ നമുക്ക് വേറെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ.
ഇപ്പൊ ഇതിപ്പോ എത്ര ദിവസം മുട്ടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് അങ്ങനെ ഇപ്പൊ ഒരാഴ്ചയല്ല മുട്ട, അല്ലെങ്കിൽ ഒരു 8 ഒരു 9 ദിവസത്തെ മുട്ടയ്ക്ക് ഉണ്ടാവും. കാരണം കഴിഞ്ഞ 9 ആഴ്ച വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് മുട്ട വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 താറാവുണ്ട്. 7 താറാവ് എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട്. കോഴികളായിരുന്നാലും എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാനം മുട്ടയായിപ്പോൾ. വിൻ്ററായിരുന്നപ്പോൾ നമുക്ക് മുട്ടയ്ക്ക് വളരെ കുറവായിരുന്നു. വിൻ്ററിൽ നമ്മുടെ താറാവ് മുട്ടയൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ പൂവൊന്നും ഉണ്ടായിട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യത്തേനേക്കാളും നല്ല രസമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വർഷം ഞാൻ നന്നായിട്ട് ട്രിമ്മൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുന്തിരിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ആപ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ അപ്പുറത്ത് വേറൊരു പീച്ച് മരം, നമ്മുടെ പുതിയ വീടിൻ്റെ പീച്ച് മരം വെച്ചിട്ടുണ്ട്. അതുമേ ഉണ്ടല്ലോ ആദ്യം നിറച്ചും പൂണ്ടായിട്ട് വന്നു. അപ്പോൾ ഹോൾസെയിലും പറഞ്ഞേ ഇങ്ങനെ പൂട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതേപോലെ പൂണ്ടായിട്ടുണ്ടായിരുന്നു അതുമേ. അപ്പം ഞാൻ വിചാരിച്ചു അത് പൂവെന്നല്ല, ഇവിടെ സാധാരണ ഒരു മരത്തിലേക്ക് പൂവായിട്ടുള്ള ഇലയായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു അത് ഇലയായിട്ട് വരാൻ വേണ്ടിയിട്ട് പൂട്ടേക്കുന്നതാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് അതൊക്കെയും അത് ഈ പീച്ചിൻ്റെ പൂവുണ്ടാകാനുള്ളതാണ്. കാരണം പൂവ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് പൂവാണ്. അത് ശരിക്കും പീച്ച് ഉണ്ടാവാനുള്ള പൂവാണത്. മറ്റേത് പീച്ചുമേ ഇലയായിട്ട് വന്നിട്ടുണ്ട്. ഈ വർഷം അതുമേ എന്തായാലും കണ്ടമാനം ഇതുണ്ടാവും, കണ്ടമാനം പീച്ചുണ്ടാവും. ഈ വർഷം എന്തായിരുന്നാലും വലയിട്ട് വെക്കണം. വല നമ്മുടെ അടുത്തുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. വലയിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാനാണ്. അണ്ണാനെ കുറിച്ച് ഭയങ്കര ശല്യമാണ് ഇവിടെ. അപ്പോൾ ഞാൻ മുട്ട പാക്കിങ് കൂടിയിട്ട് ചെയ്തേ സാധനങ്ങളൊക്കെ വാങ്ങില്ലേ അതേപോലെ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏത് വർഷം പ്ലാസ്റ്റിക് നിർത്തിയത് 2-3 വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ നിർത്തിയത്. കാരണം കവറുകൾ നിർത്തണ ആ ദിവസം ഞാൻ നാട്ടിലുണ്ട്. അന്ന് ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്കമാലിയിൽ നിന്നാണോ അവിടെ സൈഡിലുള്ള കടകളിലൊക്കെ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അന്നാണ് ബാഗ് നിർത്തിയേക്കുന്ന ദിവസം, പ്ലാസ്റ്റിക് ബാഗ്. അന്ന് എനിക്ക് എന്നിട്ട് അവർ ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഞാൻ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കടകളിലും ഉണ്ട് വേണ്ട പ്ലാസ്റ്റിക്. എല്ലാവരും പ്ലാസ്റ്റിക് കവറിലൊക്കെ തന്നെ തരുന്നത്. ഇവിടെയും ആ സമയത്ത് പ്ലാസ്റ്റിക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. നമ്മളെല്ലാവരും നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ബാഗും കൊണ്ട് പോകണം. അല്ലെങ്കിൽ കടയിൽ തന്നെ നമ്മൾ ബില്ലടിക്കുന്ന കൗണ്ടറിൽ അവിടെ തന്നെ നമുക്കിങ്ങനെ ബാഗുകൾ വെച്ചിട്ടുണ്ട്. വലിയ പൈസ ഒന്നുമില്ല, 25 സെൻറ്റ് അല്ലെങ്കിൽ 25 സെൻറ്റ് 5 സെൻറ്റിനൊക്കെയും ഇങ്ങനെ ബാഗുകൾ കിട്ടും. അത് ഈ ഒന്നല്ലെങ്കിൽ ബ്രൗൺ കവർ, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ കിറ്റ് പോലത്തെ ഇങ്ങനെ ബാഗുകളുണ്ടല്ലോ അങ്ങനത്തെ. പ്ലാസ്റ്റിക്കൊക്കെ വളരെ കുറഞ്ഞു ഇവിടെ ഇരുന്നാലും പണ്ട് കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിലുള്ള സാധനങ്ങൾ നമുക്ക് തരാറ്. അധികം വേറെ എടുപ്പിക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ കുറേ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. കിളികൾക്ക് തീറ്റ കൊടുക്കണം. നല്ല കാറ്റ് വീശിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നല്ലൊരു കാറ്റ് വീശും. കിളികൾ വന്നേക്കണുണ്ടോ? അത് നല്ല ചുമന്ന കിളി ഉണ്ടല്ലോ, അവറ്റങ്ങളുടെ കുഞ്ഞുങ്ങളാട്ടത്. ഇത് രണ്ടും പെണ്ണാ, അതുകൊണ്ടാണ് അത്രയ്ക്ക് കളറില്ലാത്തത്. 2 കൂടിയിട്ട് കളിക്കുന്നുണ്ട്. ചേച്ചി എനിക്കെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാളുള്ളൂ കേട്ടോ, മറ്റേ ആൾ വരുമ്പോൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുന്നുണ്ട് വെറുതെ.